അപ്പൊ മെനക്കെട്ടുള്ള ഇത് ഫിലോപ്പിനെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഫിലോപ്പിനെ വളർത്തി പറ്റിച്ചല്ലേ? ആണ്. പക്ഷെ ഇത് നല്ല കളറുണ്ട്. പക്ഷെ ഇത് നാടൻ ഫിലോപ്പി തന്നെയാണ്. കണ്ട കറുത്തിട്ട് നാടനാ. ഇവിടെ മഴക്കാലത്ത് കാരണടാ. മറ്റേ ചാടി ചത്തിട്ടുള്ള കണ്ടില്ലേ? തിരക്കി കയറിട്ടേ ചത്തെടുക്കുന്ന ഇഷ്ടം സൂയിസൈഡ് ചെയ്തിട്ടുള്ള ഇല്ലടാ. കണ്ടില്ലേ? ഇത് കളറ് കണ്ട. ഇത് നാടൻ തന്നെയല്ലേ? നല്ല കളറല്ലേ? ഭംഗിയുള്ള കളർ. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി ഒന്ന് കാണാനോ? ഫുള്ള് രാത്രിയല്ലേ അല്ലേ? എന്താ നമ്മളെ പരിപാടി? കുളം പിടിക്കുക. ക്ലിയർ ആവാനൊന്നുമില്ല, ഫുൾ നാച്ചുറലി. എടാ ലൈറ്റ് ഒന്ന് കാട്ടിയേ. കുടന്ന് കാണിച്ചു കൊടുക്കട്ടെ. സോറി, കുളം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അതെ, ഇത് രാത്രിയാണ്. പെട്ടെന്ന് ഉണ്ടായിരുന്ന ഒരു പ്ലാനാണ്. കണ്ടില്ലേ? ആ അറ്റം വരെ വലിയൊരു തോടാണ്. ഇത് നമ്മൾ വറ്റിക്കും. രാവിലെയാണ് പിടുത്തുണ്ടാവുള്ളൂ. ഇപ്പൊ വറ്റിക്കാൻ വേണ്ടി പോവാണ്. ഇത് വറ്റിച്ച് ഇതിന്റെ ഉള്ളിലെ സകല മീനുകളും നമ്മൾ പിടിക്കും. വറ്റിച്ചിട്ട് മീനൊന്നും ഇല്ലെങ്കിലാ അപ്പൊ നമ്മളെ സുറൂർക്ക ഇതിലേക്ക് ഇറങ്ങിക്കേട്ടാ. അത്യാവശ്യം വലിയൊരു തോടാണ്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് വെള്ളം വറ്റിച്ചിട്ട് ഇത് കുറച്ച് കുറക്കും. പിന്നെ നമ്മൾ രാവിലെ നേരത്തെ വന്നിട്ട് ബാക്കി വറ്റിക്കും. രാവിലെ ഫുൾ പിടുത്തം. സുറൂർക്ക, നമുക്ക് എന്തൊക്കെ മീന് പ്രതീക്ഷിക്കാം? ഇതില് കരിമീൻ ഉണ്ടാവും, നല്ല നാടൻ പരാലുണ്ടാവും, പിന്നെ നമ്മുടെ ചെമ്പല്ലി എന്ന് പറയും, കല്ലുത്തി ഉണ്ടാവും. അല്ല, ഞാനിതൊക്കെ പറഞ്ഞിട്ട് കേക്കുണ്ടാവും. ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ഇത് നമ്മളെ കനാലിൽ നിന്ന് കയറി വരുന്നതാണോ? അത് മഴ പെയ്ത് കഴിഞ്ഞാലേ ഇവിടെ ഫുള്ള് വെള്ളം മുട്ടും. അപ്പൊ അതിൽ കയറി വരുന്നതാ. മഴക്കാലം കഴിഞ്ഞ് ഈ സമയമാണ് വരെ അവർ വലുതാവും. പ്രതീക്ഷ ഉണ്ട്. ആണല്ലേ? ഇതാ അറ്റത്തായിട്ടാണ് കനോലി കനാല് വരും കേട്ടാ. അറ്റത്ത് രാവിലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മോട്ടറ് വെച്ച ഭാഗം ഫുള്ള് വറ്റി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ ഫുള്ള് കണ്ടങ്ങളാണ്. പാടം ഏരിയയാണ്. അപ്പം ഫുള്ള് കനോലി കനാലൊക്കെ ഉണ്ട്. ഇതിവിടെ വറ്റി തുടങ്ങിയിട്ടാ. അപ്പം ഇവിടുത്തെ തകൃതിയായിട്ട് നടക്കുന്നത്. കടൽ കെട്ടി തുടങ്ങിയ കണ്ണൊക്കെ മീനുകളുടെ തിലോപ്പിയാണ്. നല്ല ആണല്ലേ? നല്ല നാടൻ തിലോപ്പികളാണ്. അത്യാവശ്യം സൈസ് ഉണ്ട്. കണ്ടിട്ട് ഫുൾ പൊന്തി തുടങ്ങിയത്. പിലോപ്പി, ഫസ്റ്റ് പിലോപ്പി. ഞാൻ പിടിച്ച് നല്ല കളറുണ്ട്. നല്ല നാടൻ തിലോപ്പി. ഓക്കെ, എന്താ രസമല്ലേ? നല്ല 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 കളറുണ്ട്. ഏതിൽ വലുത്? ഫുൾ പിലോപ്പി കേട്ടോ. പിലോപ്പി ചാകരയാണ്. വെള്ളം ഫുള്ള് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറ്റിയതിനു ശേഷം ഒരു ഇറക്കിപ്പെടുന്നുണ്ട്. കളറാണ് വരെ. ഇതെന്താ ഇങ്ങനെ കളറ് നോക്കിയേ?
ആ നോക്കിയേ, ഇത് തിലാപ്പിയാണ്. പക്ഷെ തിലാപ്പിയുടെ കളർ നോക്കിയേ, കളർ നല്ല കളർ ഇട്ടാ, ഒരു രക്ഷയില്ല, ഭംഗിയുള്ള കളറ്. എന്താ തിലാപ്പിയ ചാകരയാണ്, തിലാപ്പിയ ചാകര. പലതായിട്ടിയാ. അതാണ് നമ്മൾ ആഗ്രഹിച്ച മുതല്. മക്കളെ നമ്മൾ നോക്കി നിന്നിരുന്ന സാധനം അതാട്ടാ. ഇത് ജീവനോടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്തും. ഇതാണ് നമ്മളെ ഉദ്ദേശിച്ച പാലാത്ത. പക്ഷെ എളുപ്പല്ല. ഇവരെ നമുക്ക് ജീവനോടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വളർത്തുട്ട. ഇത് ഫുള്ള് തിലോപ്പിയല്ലോ അല്ലേ? ഇതില് പാലാത്തല്ലോ. ഒരെണ്ണം കിട്ടിയില്ലേ? ഡിമാൻഡ് ഒന്നും ഇവിടെ വളർത്താൻ വേണ്ടിട്ട് ആഗ്രഹം കൊണ്ട്. ഫുള്ള് തിലാപ്പിയാട്ടാ. നോക്കിയേ നോക്കിയേ, ഇതെന്താ തിലോപ്പിയ ചാകര. നമ്മൾ പ്രതീക്ഷിച്ചത് വരാലും കിട്ടിയത് മൊത്തം തിലോപ്പിയും. എന്നാലും കുഴപ്പമില്ല. പൂട്ടുണ്ട് എന്താ പൂട്ട ഇത് പള്ളത്തി പൂട്ട അല്ലേ? ഫുള്ള് പിലോപ്പിട്ടാ. പിലോപ്പി ചാകരാന്ന് പറയാം. ഓ, അത്യാവശ്യം ചളി ഉണ്ട്. നോക്കിയേ, ഇത് കളറ് കണ്ട. ഇത് നാടൻ തന്നെയല്ലേ? നല്ല കളറല്ലേ? ഭംഗിയുള്ള കളർ. മറ്റു സാധനങ്ങളില്ലേ? ഈ ഒരു ഇതിലില്ലേ? മുന്നത്തേല് ഇപ്രാവശ്യം ഫുള്ള് കിലോപ്പി. ഒരു വരാലിനെ മാത്രമേ നമുക്ക് ഇത്ര നേരം കിട്ടിയിട്ടുള്ളൂ. അതിൽ നിരാശയുണ്ട് കേട്ടോ. കരിമീനും നമുക്ക് കിട്ടണ്ടിരുന്നു. ചെറിയ കരിമീനാണ് കിട്ടിയിട്ടുള്ളൂ. പാലാത്താൻ അത്യാവശ്യം ഉണ്ടാവലുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു ഈ വെള്ളം പറ്റി തുടങ്ങിയോണ്ടാണത്. നമ്മള് ഇത് വറ്റിക്കാൻ മീൻ പിടിക്കാൻ കാരണം തന്നെ വെള്ളം മോശമായതുകൊണ്ടാണ്. ആണല്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ ചത്തു തുടങ്ങും. അപ്പൊ ഓൾറെഡി ഈ വെള്ളം കുറഞ്ഞോണ്ട് തന്നെ ചത്തു തുടങ്ങിയിട്ടുണ്ടാവും. കരിമീനൊക്കെ ഉണ്ടാവും. അതായത് ചൂട് കൂടുതലല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി ഇത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇനി കളയട്ടെ, എടുത്തോ, കുഴപ്പമില്ല. അതല്ല അപ്പൊ അങ്ങനെ കുറെ ചത്തു പോയിണ്ടാവൂലേ? മീൻ ചത്തു തുറന്ന് കണ്ടപ്പോഴാണ് നമ്മള് ഇത് പറ്റിക്കാൻ കാരണം. മെയിനായിട്ട് കാല് കണ്ടമാനം ചത്തുണ്ടല്ലേ സുറുക്ക? മറ്റേ ചാടി ചത്തിട്ടുള്ള കണ്ടില്ലേ? കിടക്കി കയറിട്ടേ ചത്തെടുക്കുന്ന ഇഷ്ടം പോലെ. സൂയിസൈഡ് ചെയ്തിട്ടുള്ള ഇല്ലടാ, കണ്ടില്ലേ? അങ്ങനെയില്ലേ? എന്താ ഇതിലത്തെ മീന് ഇനി ഉണ്ടാവോ? എന്നാലും കിട്ടാതെ കിട്ടിയില്ലേ? കുറവാണ്. പക്ഷെ നമ്മളെ അത്രയല്ല മെനക്കെട്ടിട്ടുള്ളൂ.
ഒരു പിന്നെ പെട്രോളിന്റെ അളവ് 500 രൂപയുടെ എണ്ണ. പിന്നെ ഒരു എത്ര മണിക്കൂർ? ഇന്നലെ 3 മണിക്കൂർ, ഇന്ന് 2 മണിക്കൂർ, ഒരു 5 മണിക്കൂർ മോട്ടോർ ഉപയോഗിച്ച്. ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ വേറെ എവിടെയെങ്കിലും? ഇനി ഒരു കുളമുണ്ട്, അതൊന്ന് പോയി അളവെടുക്കണം. ആണല്ലേ? അപ്പൊ അതുകൂടി ഇത് കൂടെ ചാമ്പാന്ന് വിചാരിച്ചിട്ടാ. എന്തായാലും അറിയില്ലേ, ആയിക്കോട്ടെ. നോമ്പല്ലേ? ആ അല്ലേ, സമയം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? സമയമുണ്ട്. അപ്പൊ മെനക്കെട്ടിനുള്ള ഇത് ഫിലോപ്പിനെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഫിലോപ്പിനെ വളർത്തി പറ്റിച്ചല്ലേ? ആണ്. പക്ഷെ ഇത് നല്ല കളറുണ്ട്. പക്ഷെ ഇത് നാടൻ ഫിലോപ്പി തന്നെയാണ്, കണ്ട കറുത്തിട്ട്. ഇവിടെ മഴക്കാലത്ത് കയറണടാ, അതാണ് മാക്സിമം സൈസ് വരുന്നത്. അല്ല, അതിനിപ്പോ ഇതില് നമുക്ക് ഐറ്റങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. കരിമീന്, വരാല്, തിലാപ്പിയ. അതോ 2 കിട്ടിയാലും കിട്ടിയില്ലേ? പിന്നെ കരിപ്പിടി, കണ്ണൻ, പാലാത്താനോടെ കിട്ടിയില്ല. എല്ലാം ഓരോന്ന് വെച്ചിട്ടാണെങ്കിലും കിട്ടിയല്ലോ സംഭവം. അപ്പൊ ലാഭായി, എല്ലാം കിട്ടിയിട്ടുണ്ട്. ചെമ്മീനടക്കം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല. അപ്പൊ നമ്മളെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം കൊക്കുകൾ ഇവിടെ വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഫുൾ കൊക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇത് അടുത്ത സ്പോട്ടിൽ കൊണ്ടാകും പോകട്ടാ. സന്തോഷം അല്ലേ? പിടിച്ചല്ലേ സാധനം നല്ല ഏമണ്ട സാധനം അല്ലേ? ജീവനോട് വേണം.